മുനമ്പം ഭൂമിയുടെ ഉടമസ്ഥതയുമായി ബന്ധപ്പെട്ട് രൂപപ്പെട്ട ഭിന്നത ഇല്ലാതാക്കാനുള്ള ശ്രമവുമായി മുസ്ലിം ലീഗ്. സാദിഖ് അലി തങ്ങളുടെ അഭിപ്രായത്തിന് വിരുദ്ധമായ പ്രസ്താവനകൾ നേതാക്കൾ പ്രകടിപ്പിക്കരുതെന്ന് ലീഗ് നേതൃയോഗത്തിൽ തീരുമാനം. ജുഡീഷ്യൽ കമ്മീഷൻ റിപ്പോർട്ട് വരുന്നതുവരെ മുനമ്പത്തേത് വഖഫ് ഭൂമിയാണെന്നോ അല്ലെന്നോ പറയേണ്ട എന്ന തീരുമാനത്തിലാണ് മുസ്ലിം ലീഗ്. അതേസമയം ലീഗിന്റേത് ഇരട്ടത്താപ്പാണെന്ന വിമർശനവും ഉയരുന്നുണ്ട്. മുനമ്പം വിഷയത്തിലെ ഭിന്നതയ്ക്കിടെ കഴിഞ്ഞ ദിവസം മുസ്ലിം ലീഗ് നേതൃയോഗം കോഴിക്കോട് ചേർന്നിരുന്നു. മുനമ്പത്തേത് വഖഫ് ഭൂമിയല്ലെന്ന പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശന്റെ പ്രസ്താവനയിൽ അസംതൃപ്തരായ ലീഗ് നേതാക്കൾ വി.ഡി. സതീശനെ തള്ളുകയും മുനമ്പത്തേത് വഖഫ് ഭൂമിയാണെന്ന് ആവർത്തിക്കുകയും ചെയ്തതോടെയാണ് ഭിന്നത രൂപപ്പെട്ടത്. കെ.എം. ഷാജി, ഇ.ടി. മുഹമ്മദ് ബഷീർ, എം.കെ. മുനീർ എന്നിവർ പരസ്യമായി തന്നെ സതീശനെ തിരുത്തി. അതിനിടയിൽ മുസ്ലിം ലീഗ് ഓഫീസിന് മുന്നിലും നേതാക്കൾക്കെതിരെ പോസ്റ്റർ പതിച്ചു. ഇതോടെയാണ് വിഷയം ചർച്ച ചെയ്യാൻ ലീഗ് തീരുമാനിച്ചത്. വിഷയത്തിൽ സർക്കാർ തീരുമാനമെടുക്കട്ടെയെന്നും അതുവരെ ഭിന്നാഭിപ്രായങ്ങൾ ആരും പ്രകടിപ്പിക്കരുത് എന്നുമാണ് ലീഗ് തീരുമാനം. എന്നാൽ രൂപപ്പെട്ട ഭിന്നതയെപ്പറ്റിയോ വിരുദ്ധാഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കുന്നതിനെ പറ്റിയോ നേതാക്കൾ പ്രതികരിച്ചില്ല. ഇപ്പം ഇത് മറുപടി അറിയില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ അധികം വ്യക്തമായിട്ട് ആർക്കും ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ഒരു സമന്വയം ഉണ്ടാക്കി ആ പ്രശ്നം പരിഹരിക്കണം, അതിന് സർക്കാർ മുൻകൈ എടുക്കണം എന്ന് പറഞ്ഞാൽ അത് അപ്രോപ്രിയേറ്റ് ടൈമിൽ ഇനി അത് സംബന്ധിച്ചൊരു ചർച്ച ഉണ്ടാകുമ്പോഴേ പറയേണ്ടതുള്ളൂ. ചോദിക്കാനുള്ള എല്ലാ അവകാശവും നിങ്ങൾക്കുണ്ട്, മറുപടി പറയാതിരിക്കാനുള്ള അവകാശം എനിക്കുണ്ട്. ഫുൾ സ്റ്റോപ്പ്. എന്നാൽ ഭൂമിയുടെ ഉടമസ്ഥത സംബന്ധിച്ച് കൃത്യമായ അഭിപ്രായം മുസ്ലിം ലീഗിന് പറയാൻ സാധിച്ചിട്ടില്ല. പല വിഷയങ്ങളിലും UDF-ൽ കൂടിയാലോചനയില്ലാതെ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾ പരസ്യ പ്രതികരണം നടത്തുന്നതിലെ വിയോജിപ്പും ചില നേതാക്കൾ യോഗത്തിൽ പങ്കുവച്ചതായാണ് വിവരം. ജനം, കോഴിക്കോട്.